എവിടെ പോവാ? അതറിഞ്ഞിട്ട് എന്ത് വേണം? എങ്ങോട്ടാണെങ്കിലും ഞാൻ കൊണ്ടുവിടാം. എന്നാ കേട്ടോ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നേ. മഹേട്ടനെ ജാമ്യം കിട്ടുമെന്ന് നോക്കാൻ. ഒരു വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആളെയും കൂട്ടി വേണം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ. മഹേട്ടന് ജാമ്യം കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്റെ മഹേട്ടന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ തീർച്ചയായിട്ടും ഞാനും കൂടെ വരാം. ഇതെന്റെ മഹേട്ടന്റെ കാര്യ. അതിൽ വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല. ചില കാരണങ്ങളുടെ പേരില് ഞാൻ തന്നോട് അകൽച്ച കാണിച്ചതിന് തിരിച്ചു പ്രതികാരം ചെയ്യാണോ? അങ്ങനെ അകലാനും അടുക്കാനും പ്രതികാരം ചെയ്യാനും നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് ബന്ധമുള്ളത് മുഴുവൻ മഹിയേട്ടനുമായിട്ടല്ലേ. എനിക്ക് തന്നോടുള്ളത് തെറ്റിദ്ധാരണയൊന്നുമല്ല. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കൊരല്പം പൊസസീവ്നെസ് ഉണ്ടായിപ്പോയി. തനിക്ക് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ തന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൽഫിഷാ. ആ വട്ടം മഹേന്ദ്രൻ മനഃപൂർവ്വം അവസരം മുതലെടുത്ത് എപ്പോഴും തന്നെ തട്ടാനും മുട്ടാനും ശ്രമിക്കുന്നത് ഞാൻ എങ്ങനെ കണ്ടിരിക്കാനാ? അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? അതിനുള്ള വഴി ഒരുക്കിയത് താനാണല്ലോ എന്ന് ഓർക്കുമ്പോ സത്യത്തിൽ എനിക്കിപ്പോഴും ദേഷ്യം വരും. താൻ എന്നെ മനസ്സിലാക്കണം. എന്റെ പ്രവൃത്തികൾ എന്തെങ്കിലും തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. എന്നോട് മാപ്പൊന്നും പറയണ്ട. ഇത്രയും തുറന്ന് സംസാരിച്ചെന്നെ ധാരാളോ. എനിക്കുണ്ടായിരുന്ന സങ്കടമൊക്കെ പോയി. എന്നാ നമുക്ക് ഊണ് കഴിക്കാം. ഞാനും കഴിച്ചിട്ടില്ല. ആകെ ഒരാൾക്കുള്ള ഊണെ കഷ്ടിച്ച് ബാക്കി ഉണ്ടാവുള്ളൂ. അത് ഞാനേ ആ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചോ. നിങ്ങൾ തന്നെ വിളമ്പി കഴിച്ചോ. സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകാനൊന്നും ഞാനില്ലേ. ഞാൻ മാറിത്തരാം. അല്ല, അപ്പച്ചി എവിടെ പോവാ? ആഹാ, എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. തൽക്കാലം ഇപ്പൊ എന്റെ റോൾ ഇവിടെ അവസാനിച്ചു. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ആ, അഭിമന്യു ഇരിക്കേ. താൻ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട. ഓ, അഭിമന്യു കഴിച്ചോളൂ. ചോറ് തികയില്ലാന്ന് വിചാരിച്ചിട്ടല്ലേ കഴിക്കാത്തത്? സത്യമായിട്ട് എനിക്ക് വേണ്ടാത്തോണ്ടാ. വിശപ്പ് തോന്നില്ല. എത്ര വിശപ്പില്ലെങ്കിലും കുറച്ച് കഴിക്കാം. എനിക്ക് വേണ്ടാത്തോണ്ടാ. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. അമൃതയ്ക്ക് വേണ്ടെങ്കിൽ അമൃത കഴിക്കണ്ട. തീർന്നില്ലേ പ്രശ്നം? എനിക്കും വലിയ വിശപ്പില്ല. ഞാനും കഴിക്കുന്നില്ല. അയ്യോ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.